ഹോമിയോ ഗുളിക അറിയല്ലോ, ആ രൂപത്തിലുണ്ട്. ചെറിയ നമ്പർ 40 ഗ്ലോബ്യൂൾസ് ടൈപ്പിലാണ് ആ മരുന്ന് ഉണ്ടാകുക. വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു 3 ലിറ്റർ വെള്ളത്തിൽ 50 ഗുളിക എന്നുള്ള രൂപത്തിൽ കലക്കിയതിന് ശേഷം അത് ആ തൈയുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫലം കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എൻ്റെ പഠനത്തിനനുസരിച്ച് ക്രോഡീകരിച്ചത് ഒരു 12 ഐറ്റം മരുന്നുകളായിട്ടാണ് നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയും. ഇതിൽ ഈ ബോട്ടിൽ 3000 ഗുളിക ഉണ്ടാവും. ഈ 3000 ഗുളിക എന്ന് പറഞ്ഞാൽ ഒരു 60 തൈകൾക്ക് ഉണ്ടാകുക. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അടപ്പ് എടുത്താൽ മതിയോ, ഇങ്ങനത്തെ ഒരു അടപ്പ്, വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ് പോലെ ഒരു അടപ്പ് എടുത്താൽ ഈ അടപ്പിൽ ഇങ്ങനെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത ഒരു 60-70 ഗുളിക ഉണ്ടാകും. 50 ഗുളിക മതി ശരിക്കും. ഈ 50 ഗുളിക ഇങ്ങനത്തെ എടുത്തിട്ട് ഈ 3 ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ 3 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ മതി. ഒഴിച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ ലയിക്കും. ഇതിപ്പോൾ ഇങ്ങനെയുള്ളതേ മരട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വളത്തിൻ്റെ എഫക്റ്റ് രണ്ടാമത് കിട്ടേണ്ട ഒരു അടുത്ത ഡോസ് വർഷത്തിൽ 4 തവണയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഈ ജാതി നമ്മൾ മരുന്ന് വെച്ചതിന് ശേഷം വളരെ കൂടുതലായിട്ട് കായുണ്ടായി മാത്രമല്ല ഇതിന് കായിൻ്റെ വണ്ണം ഓരോ കായ്ക്കും നല്ല വലിപ്പമാണ്. അപ്പോൾ ആ ഒരു വലിപ്പമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കായ ആയതുകൊണ്ട് നമ്മൾ 4 സൈഡും കമ്പ് വെച്ചിട്ട് കെട്ടി പൊക്കി വെച്ച് കനം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത്രയും നല്ല രൂപത്തിൽ വിളവാണ് ശരിക്കും ജാതിക്കൊക്കെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജാതിക്കൊക്കെ അതുപോലെ മറ്റ് കൃഷികൾക്കും ഹോമിയോ മരുന്ന് ഉപയോഗിക്കുമ്പോൾ കാണുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും വളർച്ച വർദ്ധിക്കുക, ഫെർട്ടിലൈസറിന് പകരമാകുക, രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക. നനവുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള മണ്ണാണെങ്കിൽ അതല്ലെങ്കിൽ നനവുള്ള തോട്ടാണെങ്കിൽ മണ്ണിൽ മുരട്ടിൽ കുഴിച്ചിട്ടാലും മതി. പക്ഷെ കുഴിച്ചിടുമ്പോൾ ഗുളിക കുറച്ച് അധികം വേണ്ടി വരും. 50 ഗുളികക്ക് പകരം 150 ഗുളികൾ. കാരണം ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, അതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്, പിന്നെ തൈകൾക്കാണ് നല്ല വളർച്ചയുണ്ട്, പിന്നെ വിളവെടുപ്പ് വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഭക്ഷണമാണല്ലോ. ഇതിൽ കലർപ്പില്ലാത്ത വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, രാസവളങ്ങളില്ല, മറ്റൊരു വളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥയ്ക്ക് മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുക. ഹോമിയോപ്പതി മരുന്നിൻ്റെ പ്രിപ്പറേഷൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ടോക്സിക്കായ എഫക്റ്റായ ഒരു മെറ്റീരിയൽ നോൺ ടോക്സിക് അവസ്ഥയ്ക്ക് മാറ്റുന്ന ആ കൺവേർഷൻ പ്രോസസ്സാണ് ഹോമിയോ മരുന്നിൻ്റെ നിർമ്മാണ രീതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ജൈവ രൂപത്തിൽ അല്ലെങ്കിൽ വിഷമില്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഹോമിയോപ്പതിയുടെ പ്രസക്തി എപ്പോഴും വിട്ടുമാറാത്ത രോഗങ്ങളിലും സങ്കീർണ രോഗാവസ്ഥകളിലുമാണ്. അതങ്ങനെയാണ് ഉത്ഭവിച്ചതും വളർന്നു വന്നതും ഇപ്പോൾ തുടർന്നു പോകുന്നതും അങ്ങനെ തന്നെ. ഹോമിയോപ്പതി ഒരു സമ്പൂർണ്ണ വൈദ്യശാസ്ത്രമാണ്. മനുഷ്യർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തരുത്, മറിച്ച് സസ്യമൃഗാദികളടങ്ങുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് ഉപയോഗപ്രദമാണ്.